Hi everyone, welcome back to Learning Now. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിലെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞതാണ്. അതിലെ ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് MCQസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അപ്രോക്സിമേഷൻസ് ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും എറേഴ്സ് വന്നു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വാല്യൂസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതാണ് അപ്രോക്സിമേഷൻസ് എന്ന് പറയുന്നത്. സോ ലെറ്റ് y is equal to f of x, delta x be a small change in x and delta y be the change in y corresponding to the change in x. അതായത് y എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് അല്ലേ. ഈ ഡെൽറ്റ എക്സ് എക്സിൽ വരുന്ന ഒരു ചേഞ്ച് ആണ്. ഇനി ആ ഒരു എക്സിൽ വരുന്ന ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയിൽ വരുന്ന ചേഞ്ച് ആണ് ഡെൽറ്റ വൈ. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ വൈ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് എക്സിൽ ഈ എക്സിന് വേരിയേഷൻ വന്നപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആയി. ഇനി ഇനീഷ്യൽ വാല്യൂ എന്നത് എഫ് ഓഫ് എക്സ് ആണ്. സോ ആ ഒരു ഡിഫറൻസ് അതാണ് എന്ത് വരിക, ഡെൽറ്റ വൈ. ഇനി അതേപോലെ ഡി വൈ ക്യാൻ ബി റിട്ടൺ ആസ് dy is equal to f dash of x into dx. അല്ലെങ്കിലോ dy is equal to f dash എന്ന് പറയുന്നത് എന്താ, ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x അല്ലേ. അപ്പോൾ dy by dx into ഡെൽറ്റ എക്സ്. ഇതാണ് അപ്രോക്സിമേഷൻ ഓഫ് ഡെൽറ്റ വൈ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഓർത്ത് വെക്കുക. ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. ഇപ്പം ഇതൊരു റീഅറേഞ്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഇതേപോലെ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താ, ഡെൽറ്റ വൈ പ്ലസ് എഫ് ഓഫ് എക്സ്. അപ്പം അങ്ങനെ റീഅറേഞ്ച്മെന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി dy എന്ന് പറയുന്നത് എന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. അതായത് dy ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇതാണ് അപ്രോക്സിമേഷൻ ഓഫ് ഡെൽറ്റ വൈ. അതും അറിഞ്ഞിരിക്കാം. വേർ ഡി എക്സ് ഇക്വൽ ടു ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റിലേറ്റീവ്ലി സ്മോൾ ആയിരിക്കും. ഓക്കെ, ഇനി അപ്രോക്സിമേറ്റ് എറർസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക് ആണ് ആബ്സല്യൂട്ട് എറർ. ആബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എക്സിൽ ഒരു ചെറിയൊരു റിലേറ്റീവ് സ്മോൾ ആയിട്ടുള്ള ഒരു എറർ പറഞ്ഞില്ലേ, അതാണ് ഡെൽറ്റ എക്സ്. അതിനെയാണ് ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. എക്സിൽ വരുന്ന ഒരു റിലേറ്റീവ്ലി സ്മോൾ എറർ ഡെൽറ്റ എക്സിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് എറർ ഇൻ എക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി രണ്ട് എറേഴ്സ്, അതായത് റിലേറ്റീവ് എറർ. ഇപ്പൊ ഡെൽറ്റ എക്സ് എന്താന്ന് മനസ്സിലായി, ആബ്സല്യൂട്ട് എറർ അല്ലെ. ഇനി ആ ആബ്സല്യൂട്ട് എറർ വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതായത് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ എക്സ്, അതിനെയാണ് എന്ത് പറയുന്നത്, റിലേറ്റീവ് എറർ ഇൻ എക്സ്. ക്ലിയർ ആയല്ലോ. ഡെൽറ്റ എക്സ് എറർ ഇൻ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എക്സ് ബൈ എക്സ്, അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതിനെ പറയുന്നതാണ് റിലേറ്റീവ് എറർ ഇൻ എക്സ്. ഇനി ഇത് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, പെർസെൻറ്റേജ് എറർ. അതായത് റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ബൈ എക്സ് ആണ്. അത് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് പെർസെൻറ്റേജ് എറർ ഇൻ എക്സ്. ഇനി മാക്സിമ ആൻഡ് മിനിമ, അതായത് ഒരു ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ, എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുക അല്ലെങ്കിൽ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുക. അതായത് എക്സ്ട്രീം വാല്യൂസ് ആണ് ഈ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ. അപ്പോൾ അത് എപ്പോഴാണ് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് മാക്സിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഇസ് സെറ്റ് ടു ബി മാക്സിമ ഇൻ ഐ. ഇപ്പോൾ മാക്സിമ എന്നുള്ള ടേം യൂസ് ചെയ്യാറുണ്ട്. ഇൻ ഐ, ഐ എന്ന് പറയുന്നത് ഒരു ഇന്റർവെൽ. ഇഫ് ദർ എക്സ് ഇസ് എ പോയിന്റ് എക്സ് നോട്ട്, അതായത് ചില ടെക്സ്റ്റിൽ ഇതുപോലെ നൊട്ടേഷൻ സി യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവിടെ എക്സ് നോട്ട് ആണ് റെഫർ ചെയ്തിട്ടുള്ളത്. ഇഫ് ദർ എക്സ് ഇസ് എ പോയിന്റ് എക്സ് നോട്ട് ബിലോങ്സ് ടു ഐ സച്ച് ദാറ്റ് f of x naught is greater than f of x. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ അതിന്റെ മാക്സിമം വാല്യൂ എപ്പോഴാണ് അറ്റൈൻ ചെയ്യുക, ഇഫ് ദർ എക്സിസ്റ്റ് എ പോയിന്റ് എക്സ് നോട്ട് വിച്ച് ബിലോങ്സ് ടു ദ ഇന്റർവെൽ വിച്ച് ഇസ് കൺസിഡേർഡ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ്. ക്ലിയർ ആയല്ലോ. ഈ എക്സ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് കിട്ടില്ലേ, ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ്. ഉള്ള എഫ് ഓഫ് എക്സിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും എറ്റ് എക്സ് നോട്ടിലുള്ള വാല്യൂ. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ പറയുന്നത് എഫ് ഓഫ് എക്സ് സെറ്റ് ടു ബി മാക്സിമം. ഇനി ഈ എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിനാണ് പോയിന്റ് ഓഫ് മാക്സിമം വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയാലോ. എന്നിട്ട് ആ എക്സ് നോട്ട് എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ലേ, അതിനെയാണ് മാക്സിമം വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ആണ് പോയിന്റ് ഓഫ് മാക്സിമം വാല്യൂ. ഓക്കെ, ആൻഡ് എഫ് ഓഫ് എക്സ് നോട്ട് ആണ് മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ. നെക്സ്റ്റ് അതേപോലെ തന്നെയാണ് മിനിമം വാല്യൂ. ജസ്റ്റ് ആ കണ്ടീഷൻ ഒന്ന് റിവേഴ്സ് ചെയ്ത് ആലോചിച്ചാൽ മതി. എഫ് ഓഫ് എക്സ് നോട്ട്, അതായത് എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ, എഫ് ഓഫ് എക്സ് സെറ്റ് ടു ബി മിനിമ അല്ലെ. അപ്പൊ എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്, പോയിന്റ് ഓഫ് മിനിമം വാല്യൂ ആണ്. ആൻഡ് എഫ് ഓഫ് എക്സ് നോട്ട് ഈ കേസിൽ എന്താണ്, മിനിമം വാല്യൂ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഇൻ ദ ഇന്റർവെൽ ഐ. ഇനി എക്സ്ട്രീം വാല്യൂ ഫംഗ്ഷൻ, അതായത് ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് സെറ്റ് ടു ഹാവ് ആൻ എക്സ്ട്രീം വാല്യൂ ഇൻ ഐ ഇഫ്
there exists a point x naught belongs to I such that f of x naught is either a maximum or minimum value of f of x in I. അതായത് എക്സ്ട്രീം വാല്യൂ ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ്, എക്സ് നോട്ട് ഐയിൽ ഇൻക്ലൂഡഡ് ആണ്. എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഓഫ് എക്സിന് ഒരു എക്സ്ട്രീം വാല്യൂ ഉണ്ടെന്ന് എപ്പോഴാണ് പറയാം? ഒന്നുകിൽ എഫ് ഓഫ് എക്സ് നോട്ട് ഒരു മാക്സിമം വാല്യൂ ആയിരിക്കും അല്ലെങ്കിൽ മിനിമം വാല്യൂ ആയിരിക്കും ഓഫ് എഫ് ഓഫ് എക്സ്. ഇനി പോയിന്റ് എക്സ് നോട്ടിന് അപ്പോൾ പറയുന്നതാണ് എക്സ്ട്രീം പോയിന്റ്. ക്ലിയർ ആയല്ലോ? ഇനി എഫ് ഓഫ് എക്സ് നോട്ട് അപ്പോൾ എന്തായിരിക്കും? എക്സ്ട്രീം വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻ ഐ ആയിരിക്കും. നെക്സ്റ്റ്, ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ. അപ്പോൾ let f of x be a real valued function and x naught be an interior point in the domain of f. f എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡൊമെയിനിൽ ഒരു വാല്യൂ x naught ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി x naught is called a point of local maxima if there exists an h greater than 0 such that f of x naught greater than f of x for every x belongs to x naught minus h, x naught plus h. അതായത് h എന്ന് പറയുന്ന ഒരു ചെറിയ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ് കൺസിഡർ ചെയ്യാം. അപ്പോൾ എക്സ് നോട്ട് മൈനസ് ഹെച്ചും എക്സ് നോട്ട് പ്ലസ് ഹെച്ചും ആ ഒരു ഇന്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് നോട്ടിന്റെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ എക്സ് നോട്ടിനെ പറയുന്നതാണ് പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം. ക്ലിയർ ആയല്ലോ? അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് എന്തായിരിക്കും? ലോക്കൽ മാക്സിമം വാല്യൂ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ അതിന്റെ നേരെ തിരിച്ചാണ് ലോക്കൽ മിനിമ. ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ തന്നെ കിട്ടും. അതായത് എക്സ് നോട്ട് എന്ന് പറയുന്നത് എപ്പോഴാണ് പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ ആയിട്ട് പറയാം? ഇഫ് ദർ എക്സിസ്റ്റ് h greater than 0 such that f of x naught is less than f of x. ഓക്കെ, ലെസ് ദാൻ വാല്യൂ ആയിരിക്കും ഫോർ എവറി x belongs to x naught minus h, x naught plus h ഇന്റർവെൽ. അപ്പോൾ അവിടെ എഫ് ഓഫ് എക്സ് നോട്ടിന് നമ്മൾ പറയുന്നതാണ് ലോക്കൽ മിനിമം വാല്യൂ ഓഫ് എഫ്. ഒരെണ്ണം പഠിച്ചാൽ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അതർ കണ്ടീഷൻ നമുക്ക് കിട്ടും. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമ ഫൈൻഡ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതിന് രണ്ട് മെത്തേഡ്സ് നമ്മൾ ബേസിക്കലി പറയുന്നുണ്ട്. ഒന്ന് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ്, പിന്നെ ഒന്ന് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ ചിലപ്പോൾ ഇതുപോലെ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ലോക്കൽ മാക്സിമ മിനിമ എന്നുള്ളത് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. So first derivative ടെസ്റ്റിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. Let f of x be a function defined on an open interval I and f of x be continuous at a critical point x naught in I. Then നേരത്തെ പറഞ്ഞ പോലെ f of x എന്താണ്? ഫംഗ്ഷൻ defined on an open interval I. ക്ലിയർ ആയല്ലോ? ഇനി f of x കണ്ടിന്യൂസും ആണ് ഈ പറഞ്ഞ iയിലെ x naught എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റിൽ. Then if f dash of x important ആണ്, f dash അതായത് df by dx നമ്മൾ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു x ഡെറിവേറ്റീവ് ആണ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. സോ ഇഫ് f dash of x changes sign from positive to negative, okay, x through x naught increase ചെയ്യുമ്പോൾ f dash of x എന്ന് പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ അതിനെ പറയുന്നതാണ്, ആ എക്സ് നോട്ടിനെ പറയുന്നതാണ് പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിച്ചിട്ട് എഫ് ഡാഷ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ആ എക്സ് നോട്ടിനെ പറയുന്ന പേരാണ് ലോക്കൽ മാക്സിമം. ഇനിയിപ്പോൾ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ ആലോചിക്കാം. അതായത് എഫ് ഡാഷ് ഓഫ് എക്സിന്റെ സൈൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക? നെഗറ്റീവ് ടു പോസിറ്റീവ് ആസ് എക്സ് ഇൻക്രീസസ് ത്രൂ ദ പോയിന്റ് എക്സ് നോട്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് നോട്ടിനെ പറയുന്ന പേരെന്താണ്? പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ. ക്ലിയർ ആയല്ലോ? പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെങ്കിൽ അതിന് പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ, നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെങ്കിൽ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ. നെക്സ്റ്റ്, ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഡസ് നോട്ട് ചേഞ്ച്, അതായത് ഇത് രണ്ടും അല്ലാത്തൊരു കേസ്, if it does not change as x increases through x naught, then x naught is neither a point of local minima nor a point of local maxima. This point is called point of inflection. Clear ആയല്ലോ? അതായത് f dash of x ന്റെ സൈൻ ചേഞ്ചസ് ഇല്ല, അതായത് x through x naught increase ചെയ്താലും f dash of x ന് സൈൻ ചേഞ്ച് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ x naught എന്ന് പറയുന്ന പോയിന്റ് ലോക്കൽ മിനിമയോ അല്ല ലോക്കൽ മാക്സിമയോ അല്ല, പകരം അതിനെ പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ again as usual let f be the function defined on an open interval I, x naught belongs to I and it is twice differentiable. അതായത് അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? at the point x naught. അങ്ങനെയാണെങ്കിൽ if f dash of x naught equal to 0 and f dash of x naught less than 0, ഇത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് ചെക്ക് ചെയ്യണം. അതായത് f dash of x naught 0 പിന്നെ നമ്മൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ 0. അങ്ങനെയാണെങ്കിൽ എക്സ് നോട്ടിനെ പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം.
അപ്പോൾ എക്സ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എഫ് ഓഫ് എക്സ് നോട്ട് കിട്ടും. ആ എഫ് ഓഫ് എക്സ് നോട്ട് എന്തായിരിക്കും? അപ്പോൾ ലോക്കൽ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ. ക്ലിയർ ആയല്ലോ? എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ 0. അങ്ങനെയാണെങ്കിൽ എക്സ് നോട്ട് പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമയാണ്. എഫ് ഓഫ് എക്സ് നോട്ട് ലോക്കൽ മാക്സിമം വാല്യൂ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് കേസ് കൺസിഡർ ചെയ്യാം. എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് 0, അതിന് മാറ്റമൊന്നുമില്ല. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എക്സ് നോട്ട് എന്താണ്? ലോക്കൽ മിനിമ പോയിന്റ് ആണ്. അത് മാത്രമല്ല, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എഫ് ഓഫ് എക്സ് നോട്ട് കിട്ടും. അതെന്താ? ലോക്കൽ മിനിമം വാല്യൂ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ക്ലിയർ ആയില്ല? എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെങ്കിൽ എക്സ് നോട്ട് എന്ന് പറയുന്നത് ലോക്കൽ മിനിമം പോയിന്റ് ആണ്. എഫ് ഓഫ് എക്സ് നോട്ട് ഒക്കെ എന്തായിരിക്കും? ലോക്കൽ മിനിമം വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ്. ഇനി സപ്പോസ് ഇത് രണ്ടും അല്ലാത്ത കേസ്, അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് 0 തന്നെ, പക്ഷെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ടും 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ബേസ് ചെയ്തിട്ട് തന്നെ കൺക്ലൂഡ് ചെയ്യണം. ക്ലിയർ ആയില്ല? അപ്പോൾ ഈ ഒരു കേസിൽ ടെസ്റ്റ് ഫെയിൽ ആവും. നെക്സ്റ്റ്, ആബ്സല്യൂട്ട് മാക്സിമ ആൻഡ് ആബ്സല്യൂട്ട് മിനിമം. അപ്പോൾ ഇതിൽ നമ്മൾ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമമാണ് അത്രയും നാളും ഡിസ്കസ് ചെയ്തത്. ഇനി ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ആബ്സല്യൂട്ട് മിനിമം എന്താണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ് എഫ് ബി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ആൻ ഇന്റർവൽ ഐ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവൽ എ കോമ ബി. ദെൻ ഈ ക്ലോസ്ഡ് ഇന്റർവൽ എന്ന് പറഞ്ഞാൽ എന്താ? എയും ബിയും ഇൻക്ലൂഡഡ് ആണ്. ക്ലിയർ ആയി? ആ എൻഡ് പോയിന്റ്സും ഇൻക്ലൂഡഡ് ആണ്. Then f has the absolute maximum value and f attains it at least once in I. ക്ലിയർ ആയല്ലോ? ഇപ്പൊ സപ്പോസ് എഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, ഒരു ഇന്റർവൽ ഐ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവൽ എ കോമ ബി. അങ്ങനെയാണെങ്കിൽ എഫിന് ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഉണ്ടാവും. അത് മാത്രമല്ല, എഫ് അറ്റ്ലീസ്റ്റ് വൺസ്, മിനിമം ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യും. അതേപോലെ തന്നെയാണ് ആബ്സല്യൂട്ട് മിനിമം വാല്യൂയുടെ കേസും. അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും ഈ പറഞ്ഞ എഫ് ഓഫ് എക്സ് നമ്മുടെ ഈ ആബ്സല്യൂട്ട് മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യും ഈ ഒരു ഇന്റർവൽ. നെക്സ്റ്റ്, ലെറ്റ് എഫ് ബി എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓൺ എ ക്ലോസ്ഡ് ഇന്റർവൽ ഐ ആൻഡ് ലെറ്റ് സി, ഇപ്പൊ നേരത്തെ എക്സ് നോട്ട് എടുത്ത പോലെ ഇവിടെ ജസ്റ്റ് സി എടുക്കണമെന്നുള്ളൂ. സി ബി എനി ഇന്റീരിയർ പോയിന്റ് ഓഫ് ഐ. അതായത് ഐ എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഏതെങ്കിലും ഒരു പോയിന്റ്, ആ ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആണ് ഈ സി എന്ന് പറയുന്ന പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസിൽ ഇപ്പൊ ഇഫ് എഫ് ഡാഷ് ഓഫ് സി ഇസ് ഈക്വൽ ടു 0, എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 എപ്പോഴാണ്? ഇഫ് എഫ് അറ്റൈൻസ് ഇറ്റ്സ് ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ അറ്റ് സി. അതായത് ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ അറ്റ് സി ആയിരിക്കും എഫ് ഡാഷ് ഓഫ് സി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ സെയിം കണ്ടീഷൻ തന്നെയാണ് നമ്മൾ ആബ്സല്യൂട്ട് മിനിമം വാല്യൂയുടെ കേസിലും പറയുന്നത്. എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 ഇഫ് എഫ് അറ്റൈൻസ് ഇറ്റ്സ് ആബ്സല്യൂട്ട് മിനിമം വാല്യൂ അറ്റ് സി. ഓക്കെ, അപ്പൊ അറ്റ്ലീസ്റ്റ് വൺസ് ഈ പറഞ്ഞ ആബ്സല്യൂട്ട് മാക്സിമം ആബ്സല്യൂട്ട് മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ആബ്സല്യൂട്ട് മാക്സിമ ആൻഡ് ആബ്സല്യൂട്ട് മിനിമ. ഇനി എങ്ങനെയാണ് ആബ്സല്യൂട്ട് വാല്യൂസ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ അതിൽ സ്റ്റെപ്പ് 1, ഫൈൻഡ് ഓൾ ദ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഓഫ് ദ ഫംഗ്ഷൻ. തന്നിരിക്കുന്ന ഇന്റർവെല്ലിൽ എല്ലാ ക്രിട്ടിക്കൽ പോയിന്റ്സും ആദ്യം കണ്ടുപിടിക്കാം. എന്നിട്ട് അറ്റ് ഓൾ ദീസ് പോയിന്റ്സ് ആൻഡ് അറ്റ് ദ എൻഡ് പോയിന്റ്സ്. ഓക്കെ, എൻഡ് പോയിന്റ്സ് പറയുമ്പോൾ ഇപ്പോൾ ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബി നേരത്തെ തന്നില്ലേ, അപ്പോൾ എയും ബിയും എൻഡ് പോയിന്റ്സ് ആണ്. ക്ലിയർ ആയോ? പിന്നെ അത് മാത്രമല്ല അതിന്റെ ഇൻ ബിറ്റ്വീൻ പോയിന്റ്സ് എല്ലാം. അപ്പോൾ ഏതെല്ലാം ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ട് അത് ആദ്യം കണ്ടുപിടിക്കാം. എന്നിട്ട് ആ ക്രിട്ടിക്കൽ പോയിന്റ്സും പിന്നെ എൻഡ് പോയിന്റ്സിലും കാൽക്കുലേറ്റ് ദ വാല്യൂസ് ഓഫ് എഫ്. ഓക്കെ, അതായത് നമുക്ക് ഫംഗ്ഷന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഐഡന്റിഫൈ ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് എഫ് ഔട്ട് ഓഫ് ദ വാല്യൂസ് കാൽക്കുലേറ്റഡ് ഇൻ സ്റ്റെപ്പ് 2. ഇപ്പൊ നേരത്തെ എഫിന്റെ വാല്യൂസ് കണ്ടുപിടിച്ചില്ലേ ഈ പറഞ്ഞ ക്രിട്ടിക്കൽ പോയിന്റ്സിലും എൻഡ് പോയിന്റ്സിലും. അതിൽ നിന്ന് ഏത് പോയിന്റിനാണ് എഫിന് മാക്സിമം വാല്യൂ ഉള്ളത്, ആ മാക്സിമം വാല്യൂ ആയിരിക്കും ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഓഫ് എഫ്. ക്ലിയർ ആയല്ലോ? നമ്മളിപ്പോൾ സ്റ്റെപ്പ് 2 ക്രിട്ടിക്കൽ പോയിന്റ്സിലും എൻഡ് പോയിന്റ്സിലും ഫംഗ്ഷന്റെ വാല്യൂസ് കണ്ടുപിടിക്കും. അപ്പോൾ ആ ഫംഗ്ഷന്റെ വാല്യൂസിൽ ഏതാണ് മാക്സിമം വാല്യൂ, അതിന്റെ കറസ്പോണ്ടിങ് പോയിന്റ്, ആ പോയിന്റിലായിരിക്കും ഫംഗ്ഷന് ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യാം. അതേപോലെ തന്നെ നേരെ തിരിച്ച്, അതായത് ഏറ്റവും മിനിമം വാല്യൂ എഫിന് എവിടെയാണോ ആ പോയിന്റിലായിരിക്കും ആബ്സല്യൂട്ട് മിനിമം വാല്യൂ ഉണ്ടായിരിക്കുക. ക്ലിയർ ആയല്ലോ? ഓക്കെ, താങ്ക് യു.